ബംഗളൂരുവിൽ വിദേശ വനിത കൊല്ലപ്പെട്ട നിലയിൽ ചിക്കജാലയിലാണ് നൈജീരിയൻ വനിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിലും തലയിലും മുറിവുകൾ ഏറ്റ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം മൈതാനത്ത് മൃതദേഹം കൊണ്ടിട്ടു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കെ ബി ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട്? ദുരൂഹത നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ദുരൂഹത തുടരുന്നുണ്ട്. അതായത് ചിക്കജാല, അതായത് എയർപോർട്ടിന് സമീപത്തുള്ള ഒരു പ്രദേശമാണ് ഈ ചിക്കജാല എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് ഒരു ആഫ്രിക്കൻ നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന്റെ തലയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു പല ഭാഗത്തും ആഴമേറിയിട്ടുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകം നടന്നത് ഈ മൃതദേഹം കിടന്ന സ്ഥലത്തല്ല എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. അവിടെ ഈ ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെയോ മറ്റു കൊലപാതകം നടന്നതിൻ്റെയോ സൂചനകളൊന്നുമില്ല. മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ മൃതദേഹം കൊണ്ടിട്ടതാവാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഈ മരിച്ച യുവതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ താമസിച്ച സ്ഥലത്തൊക്കെ പോയി പോലീസ് ഈ വിവരങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റ് നിഗമനങ്ങളിലേക്ക് ആരാണ് ഇത് കൊലപാതകത്തിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ആളൊഴിഞ്ഞ റോഡിന് സമീപത്ത് തന്നെയുള്ള അല്പം മാറി ആളൊഴിഞ്ഞ ഒരു മൈതാനത്താണ് ഈ മൃതദേഹം കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കെ ബി ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.